പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ CSCB യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ ചാനൽ വളരെ വേഗത്തിലാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത്. നമ്മൾ ഉടനെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ആവും. നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. കാരണം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ക്ലാസ് ഏറ്റെടുത്തു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. CSCB എൻ്റെയും ചിപ്പി മിസ്സിൻ്റെയും നേതൃത്വത്തിലുള്ള കോഴ്സുകൾ ചലഞ്ചർ ആപ്പിൽ ആരംഭിച്ചു കഴിഞ്ഞു. സോ എപ്പോഴും പരീക്ഷ വരുന്നൊരു മേഖലയാണ്. ഏറ്റവും നല്ല ട്രെയിനിങ് തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യണം. അതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുമാത്രമല്ല, നമ്മളെടുക്കുന്ന ഓരോ ക്ലാസ്സിൻ്റെയും PDF നോട്ട്സ് നിങ്ങൾക്ക് ചലഞ്ചർ ആപ്പിൻ്റെ ടെലിഗ്രാം ചാനലിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജ് എല്ലാവരും ഫോളോ ചെയ്യണം. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വരുന്ന പരീക്ഷകൾക്ക് പ്രയോജനപ്രദമായ 10 മിനിറ്റ് കൊണ്ട് 10 ഇംഗ്ലീഷ് ടിപ്സ്. നിങ്ങൾക്കറിയാം, എൻ്റെ ടിപ്സ് ക്ലാസ്സുകൾ വളരെ പ്രശസ്തമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എൻ്റെ പുസ്തകമൊക്കെ വാങ്ങിക്കാറുണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ള 10 സൂപ്പർ ടിപ്സുകൾ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഐ ടുക്ക് ആൻ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് ഡാഷ് റെയിൻ. ഇൻ കേസ് എന്ന് പറയുന്നത് ഒരു കൺജങ്ഷനാണ്. ഇൻ കേസ് എന്ന് പറയുന്ന ഒരു കൺജങ്ഷനാണ്. ഇൻ കേസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഒരുപക്ഷെ എന്നാണ്. കൺജങ്ഷൻ എന്താണ് എന്നൊരു പക്ഷേ നിങ്ങൾ സംശയിച്ചേക്കാം. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണക്റ്റിംഗ് വേർഡാണ്. ഒരു 2 വേർഡിനെ, 2 ഫ്രേസിനെ അല്ലെങ്കിൽ 2 ക്ലോസുകളെ കണക്ട് ചെയ്യുന്നൊരു വാക്കിനെയാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ്, ബട്ട് ഇവയൊക്കെ കൺജങ്ഷനാണ്. ഐ ടുക്ക് ആൻ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് ഷുഡ് റെയിൻ. ഞാൻ കുടയെടുക്കും, ഒരു പക്ഷേ മഴ പെയ്തേക്കാം. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. 2 ക്ലോസുകളുടെ ഇടയിലാണ്, അവയെ കണക്ട് ചെയ്യാനാണ് ഇൻ കേസ് ഉപയോഗിക്കുന്നത്. ഐ ടുക്ക് ആൻ അംബ്രല്ലയും ഇറ്റ് ഷുഡ് റെയിനും. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഇൻ കേസിന് ശേഷം ഇംഗ്ലീഷിലൊരു സഹായക്രിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഷുഡ് ആയിരിക്കും. ഇൻ കേസിന് ശേഷം ഇംഗ്ലീഷിലൊരു സഹായക്രിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഷുഡ് ആയിരിക്കും. മോഡൽ ഓക്സിലറി വെർബാണ്, വേറൊരു സഹായക്രിയ ഉപയോഗിക്കത്തില്ല. ഒന്നാമത്തെ ടിപ്പ് പഠിച്ചു വെക്കുക. ഇൻ കേസ് ഒരു കൺജങ്ഷനാണ്, ഒരുപക്ഷെ എന്നാണ് അർത്ഥം. ഇൻ കേസിന് ശേഷം സഹായക്രിയയാണ് ഓപ്ഷൻ ചോദിക്കുന്നതെങ്കിൽ, നോട്ട് ദ പോയിന്റ്, സഹായക്രിയ ഓപ്ഷനിൽ വന്നാൽ ഷുഡ് ഉപയോഗിക്കണം. രണ്ടാമത്തെ ടിപ്പിലേക്ക് കടക്കുന്നു. ടേക്ക് കെയർ ലെസ്റ്റ് യു ഡാഷ് ഫാൾ. ലെസ്റ്റ് എന്ന് പറയുന്നതും ഒരു കൺജങ്ഷനാണ്. ലെസ്റ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതർവൈസ്, അല്ലെങ്കിൽ എന്നാണ്. അതർവൈസ് എന്നാണ്. ശ്രദ്ധിക്കൂ, അല്ലെങ്കിൽ നീ മറിഞ്ഞു വീഴും. ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന വില്ല്, വുഡ്, ഷാള്, ഷുഡ് എന്നാണ്. പഠിക്കുക. ഇൻ കേസിൻ്റെ കൂട്ട് തന്നെയാണ് ലെസ്റ്റ്. ലെസ്റ്റിന് ശേഷം ഇംഗ്ലീഷിലൊരു സഹായക്രിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഷുഡ് ആയിരിക്കും. ഒരു കൊളോക്കേഷൻ പോലെ, ഇപ്പം നമ്മൾ പറയില്ലേ, കൺഗ്രാജുലേറ്റ് എന്ന് പറയുന്ന വാക്കുണ്ടെങ്കിൽ അതിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോഷന് എന്ത് സംഭവിച്ചാലും ഓണായിരിക്കും. അങ്ങനെ പറയുന്ന പോലെ ചില വാക്കുകൾ ചിലതിനോട് ചേർന്നിരിക്കും. അതാണ് നമ്മൾ ടിപ്പായിട്ട് പറയുന്നത്. അപ്പം ഇൻ കേസും ലെസ്റ്റിന് ശേഷം ഷുഡ് ഉപയോഗിക്കണം. ഇൻ കേസും ലെസ്റ്റും 2 കൺജങ്ഷൻസ് ആണ്. പാർട്സ് ഓഫ് സ്പീച്ച് ഏതാണെന്ന് ചോദിച്ചാൽ കൺജങ്ഷൻസ് ആണ്. ഇൻ കേസ് എന്ന് വെച്ചാൽ ഒരുപക്ഷെ എന്നർത്ഥം, ലെസ്റ്റ് എന്ന് വെച്ചാൽ അതർവൈസ് എന്നർത്ഥം. മൂന്നാമത്തെ ടിപ്പിലേക്ക് കടക്കാം. ഹാർഡലി ഹാഡ് ഹി ഫിനിഷ് ദ എക്സാം ഡാഷ് ദ ബെൽ റാങ്. സൂൺ, വെൻ, ദാൻ, ദെൻ. കാര്യത്തിലേക്ക് വരാം. ഹാർഡലി എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ ഇംഗ്ലീഷ് പഠിക്കുന്ന, ഗ്രാമർ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി പറയും നെഗറ്റീവ് വേർഡാണ്. കാരണം ക്വസ്റ്റ്യൻ ടാഗിനകത്തൊക്കെ നമ്മൾ കാണുന്നത് ഹാർഡലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡം. എന്നാൽ രണ്ടാമത്തെ കാര്യം കേട്ടോ, ഹാർഡലി ഒരു ആഡ് വെർബാണ്. വെർബിനെ വിശേഷിപ്പിക്കുന്ന പദമാണ്. ഹി ഹാർഡലി കംസ് ഹിയർ. അവൻ ഇവിടെ വരാറേ ഇല്ല. ആ വരിക എന്നുള്ള വെർബിനെ വിശേഷിപ്പിക്കുന്നു ഹാർഡലി. നെഗറ്റീവ് വേർഡുമാണ്, ആഡ് വെർബുമാണ്. ഇനി നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം ഇവിടെ പറയാം. ഹാർഡലി സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വന്നാൽ അതൊരു കൺജങ്ഷനാണ്. എന്താണ്? അതൊരു കൺജങ്ഷനാണ്, കണക്റ്റിംഗ് വേർഡാണ്. കൺജങ്ഷൻസ് പലതരമുണ്ട്. ആൻഡും ബട്ടും പോലുള്ള കൺജങ്ഷൻസ് ഉണ്ട്. ഇനി വേറൊരു കൺജങ്ഷൻ ഉണ്ട്. ഏതാണെന്നറിയോ? കോറിലേറ്റീവ് കൺജങ്ഷൻ എന്ന് പറയുന്നത് 2 എണ്ണം വരും. 2 എണ്ണം ചേരുമ്പോഴായിരിക്കും ഒരു കൺജങ്ഷൻ ആവുന്നത്. 2 പാർട്ടായിരിക്കും, 2 ഇടത്തായിരിക്കും ഉപയോഗിക്കുന്നത്. ഏറ്റവും നല്ല ഉദാഹരണം നോട്ട് ഓൺലി ബട്ട് ആൾസോ. നോട്ട് ഓൺലി മാത്രം വരത്തില്ല, നോട്ട് ഓൺലി വന്നാൽ ബട്ട് ആൾസോയും വരും. അതുപോലൊരു കൺജങ്ഷനാണ് ഹാർഡലി, തുടക്കത്തിൽ വന്നാൽ. അപ്പോൾ ഹാർഡലിക്ക് ശേഷമുള്ള കൺജങ്ഷൻ അല്ലെങ്കിൽ ആ കോറിലേറ്റീവ് ഏതായിരിക്കും? അത് വെൻ ആയിരിക്കും. അപ്പോൾ ഇത്രയും പഠിക്കുക. ഹാർഡലി വെൻ. ഇപ്പോൾ നോട്ട് ഓൺലി ബട്ട് ആൾസോ, നെയ്തർ വന്ന നോറ്, എയ്തർ വന്ന ഓറ് എന്ന് പറയുന്നത് പോലെ ഹാർഡലി വന്നാൽ അടുത്ത ക്ലോസിൽ വെൻ വരും. ഇനിയാണ് ടിപ്പിലേക്ക് പോകുന്നത്. ഹാർഡലി മാത്രമല്ല, ഹാർഡലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡം. ഹാർഡലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡം. ഇവയിൽ ഒരു ക്ലോസ് തുടങ്ങിയാൽ അടുത്ത ക്ലോസ് വെനിൽ തുടങ്ങും. 5 എണ്ണം ഉണ്ട്.
5 നെഗറ്റീവ് വേർഡ്സ്, 5 ആഡ് വെർബ, 5 കോറിലേറ്റീവ് കൺജങ്ഷനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ലെസ് ടു എൻഗേജ് വന്ന ഷുഡ്, ഹാർഡലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡം, ഇവയിൽ തുടങ്ങിയാൽ അടുത്ത ഭാഗം വെന്നിൽ തുടങ്ങും. അങ്ങനെ പഠിക്കുക. ഇനി ആരെങ്കിലും ചോദിക്കും എന്താണ് സാർ ഇതിൻ്റെ അർത്ഥം? ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സംശയം കാണും. ഹാർഡലി ഹാഡ് ഹി ഫിനിഷ് ദ എക്സാം ഡാഷ് ദ ബെൽ റാങ്. ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നെഗറ്റീവ് അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. രണ്ടും ഒന്ന് തന്നെ അർത്ഥം. നെഗറ്റീവ് പറഞ്ഞിരിക്കുന്നു, അതായത് എക്സാം ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പേ ബെല്ലടിച്ചിരുന്നു, അത് പോസിറ്റീവ് പറയേണ്ടതാണ്. അതിന് നെഗറ്റീവ് പറഞ്ഞിരിക്കുന്നു, എക്സാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞില്ല അപ്പോഴേക്കും ബെല്ലടിച്ചു. സത്യം പറഞ്ഞാൽ രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയല്ലേ? അതാണ് ഹാർഡലി വരുമ്പോൾ ഇല്ല എന്നൊരർത്ഥം കൂടെ വരും, പക്ഷേ അർത്ഥം ഒന്ന് തന്നെയാണ്. അടുത്തത് നോ സൂണർ. നോ സൂണർ ഡിഡ് ഹി റീച്ച് ഹോം ഡാഷ് ഐ ഫെൽ അസ്ലീപ്. നോ സൂണർ ഒരു നെഗറ്റീവ് വേർഡാണെന്ന് എല്ലാവർക്കും അറിയാം, നോ ഉണ്ടായുണ്ട്. നോ സൂണർ തുടങ്ങുന്ന സെൻറ്റൻസുകൾ നെഗറ്റീവാണ്. നോ സൂണറും ഒരു കൺജങ്ഷനാണ്, കോറിലേറ്റീവ് കൺജങ്ഷൻ. നോ സൂണറിന് ശേഷം ഹാർഡലിക്ക് ശേഷം വെൻ ആണെങ്കിൽ നോ സൂണറിന് ശേഷം ദാൻ ഉപയോഗിക്കും. ആൻസർ ദാൻ. എന്താണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം? അവൻ വീട്ടിലെത്തിയില്ല അപ്പോഴേക്കും ഉറങ്ങിപ്പോയി. നോ സൂണറിൽ ഒരു ക്ലോസ് തുടങ്ങിയാൽ അടുത്ത ക്ലോസ് ദാനിൽ തുടങ്ങും. അപ്പോൾ ഹാർഡലി വെൻ, സ്കേഴ്സ്ലി വെൻ, റെയർലി വെൻ, ബെയർലി വെൻ, സെൽഡം വെൻ. അടുത്തത് നോ സൂണർ ദാൻ. നോ സൂണറിന് ശേഷം ദാൻ ഉപയോഗിക്കണം. പഠിച്ചു. ടിനോ ഈസ് ഗുഡ് അറ്റ് സോൾവിങ് പ്രോബ്ലംസ്. പ്രോബ്ലം അല്ല, പ്രോബ്ലംസ്. ഒരു കാര്യത്തിൽ ഒരാൾ നല്ലതാണ്, ഒരു വിഷയത്തിലോ ഒരു കാര്യത്തിലോ ഒരു കഴിവിലോ ഒരാൾ നല്ലതാണ്, അവൻ ബുദ്ധിയുള്ളതാണ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അറ്റാണ്. പഠിച്ചു വെക്കുക. ഹീ ഈസ് ഗുഡ് അറ്റ് ഗ്രാമർ, ഹീ ഈസ് ഗുഡ് അറ്റ് ഫിസിക്സ്, ഹീ ഈസ് ഗുഡ് അറ്റ് ഡാൻസിങ്, ഹീ ഈസ് ഗുഡ് അറ്റ് സോൾവിങ് പ്രോബ്ലംസ്. ഹീ ഈസ് ക്ലവർ അറ്റ് ഫിസിക്സ്, ഹീ ഈസ് ക്ലവർ അറ്റ് മാത്തമാറ്റിക്സ്, ഹീ ഈസ് ക്ലവർ അറ്റ് സോൾവിങ് പ്രോബ്ലംസ്. മനസ്സിലായോ? ഇനി എയിം എന്ന് പറയുന്ന വാക്കിന് ശേഷം അറ്റ് ഉപയോഗിക്കും. അർത്ഥം വേറെയാണ്. എയിം അറ്റ്, അറ്റെന്ന് പറഞ്ഞാൽ നേർക്ക്, ഒരു കാര്യത്തേക്ക് വിരൽ ചൂണ്ടുന്നു. അല്ലെങ്കിൽ ദ ന്യൂ ബജറ്റ് എയിംഡ് അറ്റ്. കണ്ടോ, പുതിയ ബജറ്റ് എയിം ചെയ്യുന്നത് എന്തിനെയാണ്? സാധാരണക്കാരെയാണ് എന്ന് പറയുന്നത് പോലെ എയിം വന്നാലും അറ്റ് ഉപയോഗിക്കണം. പഠിച്ചു വെക്കുക. ഒരു കാര്യത്തിലോ കഴിവിലോ സബ്ജക്റ്റിലോ ഒരാൾ ഗുഡും ക്ലവറും ആണെന്ന് പറയുമ്പോൾ അറ്റ് ഉപയോഗിക്കും. അതുപോലെ തന്നെ പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഗുഡിന് ശേഷം അറ്റ് ഉപയോഗിക്കും. ഗുഡ് അറ്റ് ഗ്രാമർ. അവൻ ഗ്രാമറിൽ ഗുഡാണ്. ഇപ്പോൾ വീക്ക് ഇൻ ഗ്രാമർ എന്നാണ് പറയുന്നത്. വീക്ക് അറ്റ് അല്ല, വീക്ക് ഇൻ ഗ്രാമർ. ഗുഡ് അറ്റ് ഗ്രാമറും വീക്ക് ശേഷം ഇന്നാ ഉപയോഗിക്കുന്നത്. ഇനി ഒരു കാര്യം ഇവിടെ പറയാം. സോറി, മിൽക്ക് ഈസ് ഗുഡ് ഡാഷ് ഡ്രിങ്ക്. ഒരു തവണ നമ്മുടെ ഉദ്യോഗാർത്ഥികളെല്ലാം പറ്റിച്ചൊരു ചോദ്യം. മിൽക്ക് ഈസ് ഗുഡ് ഡാഷ് ഡ്രിങ്ക്. എല്ലാവരും ഗുഡിന് ശേഷം അറ്റ് വരുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അറ്റെഴുതി വെച്ച്. ആൻസർ അറ്റല്ല, ടു ആണ്. എന്തുകൊണ്ട് ടു? അതിൻ്റെ കാരണം നിങ്ങൾ തന്നെ പറയണം. ഒരു കഴിവിലോ ഒരു കാര്യത്തിലോ ഒരു വിഷയത്തിലോ ഒക്കെ നല്ലതാണെന്ന് പറയുമ്പോഴാണ് ഗുഡ് അറ്റ് ഉപയോഗിക്കുന്നത്. എന്നാൽ പാല് കുടിക്കാൻ നല്ലതാണെന്ന് പറയുമ്പോൾ ടു ആ ഉപയോഗിക്കുന്നത്. അതെങ്ങനെ തിരിച്ചറിയും? വെർബിൻ്റെ ബേസ് ഫോം ഉപയോഗിച്ചാൽ. ടു ഇൻഫിനിറ്റീവ് ആണ് സംഭവം. ഡാഷിന് ശേഷം ഇപ്പോൾ ഡ്രിങ്കിങ് എന്ന് വന്നിരുന്നെങ്കിൽ ഓക്കെ, ING വരാറുണ്ട്. ഹീ ഈസ് ഗുഡ് അറ്റ് ഡാൻസിങ്. ING ജെറണ്ടായിട്ട് വരാറുണ്ട്, അറ്റ് ഡാൻസിങ് എന്ന് പറയും. പക്ഷെ ഡാൻസ് എന്ന് മാത്രം വരുന്നു, ഡ്രിങ്ക് എന്ന് മാത്രം വരുന്നു, ഈറ്റ് എന്ന് മാത്രം വരുന്നു, പ്ലേ എന്ന് മാത്രം വരുന്നു. ക്രിക്കറ്റ് ഈസ് ഗുഡ് ടു പ്ലേ. ക്രിക്കറ്റ് കളിക്കാൻ നല്ലൊരു ഗെയിമാണ് എന്ന് പറയുമ്പോൾ ഗുഡ് ടു പ്ലേ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ബേസ് ഫോം, ഡാഷിന് ശേഷം വെർബിൻ്റെ ബേസ് ഫോമാണ് കിടക്കുന്നതെങ്കിൽ ടു എഴുതണം. അത് പ്രത്യേകം പഠിച്ചു വെച്ചോണം. ഇതിനെ വിളിക്കുന്ന പേര് ടു ഇൻഫിനിറ്റീവ് ആണ്. യഥാർത്ഥത്തിൽ ഗുഡിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ അറ്റാണ്. പക്ഷേ ടു പ്ലേ എന്നുള്ളത് ഒറ്റ വാക്കാണ്, അത് ടു ഇൻഫിനിറ്റീവ് ആണ്. ടു ഡ്രിങ്ക് എന്ന് പറയുന്നത് അവിടെ വരുന്നത്, അത് ഗുഡിന് ശേഷം വരുന്ന പ്രിപ്പോഷൻ അല്ല ടു. ടു ഡ്രിങ്ക് ഒരുമിച്ച് വരുന്നൊരു സാധനമാണ്. അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഹീസ് ഗുഡ് അറ്റ് ഗ്രാമർ, ഗുഡ് അറ്റ് ഫിസിക്സ്, ഗുഡ് അറ്റ് സോൾവിങ് പ്രോബ്ലംസ്, ഗുഡ് അറ്റ് ഡാൻസിങ്. എന്നാൽ മിൽക്ക് ഈസ് ഗുഡ് ടു ഡ്രിങ്ക്. ഓർത്ത് വെക്കുക, വീക്ക് ഇൻ ഗ്രാമറാണ്. നെക്സ്റ്റ്, ഡു യു എഗ്രി വാട്ട് ഐ സേ? നിങ്ങളൊരു വ്യക്തിയോട് യോജിക്കുകയാണെങ്കിൽ എഗ്രി ടു. നിങ്ങളൊരു വ്യക്തിയോട് യോജിക്കുകയാണെങ്കിൽ എഗ്രി വിത്ത്. നിങ്ങളൊരു കാര്യത്തോട് യോജിക്കുകയാണെങ്കിൽ എഗ്രി എന്താണ്? എഗ്രി ടു സംതിങ്. സമ്മണ്ണും സംതിങ്ങും പഠിച്ചു വെക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടോ? ഡു യു എഗ്രി വിത്ത് മീ? കാരണം ഞാനൊരു പേഴ്സണാണ്. ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ? ഡു യു എഗ്രി ടു വാട്ട് ഐ സേ? കാരണം എന്നോടല്ലത്, ഞാൻ പറയുന്നതിനോട്. നിങ്ങൾ എൻ്റെ ടീച്ചിങ്ങിനോട് യോജിക്കുന്നുണ്ടോ? ഡു യു എഗ്രി ടു മൈ ടീച്ചിങ്?
ഒരിക്കലും എഗ്രി വിത്ത് എന്ന് പറയത്തില്ല. ഡു യു എഗ്രി വിത്ത് യുവർ വൈഫ് എന്നാണ് പറയുന്നത്. ഡു യു എഗ്രി വിത്ത് യുവർ ഹസ്ബൻഡ്, ഡു യു എഗ്രി വിത്ത് ഹിം. കാരണം പേഴ്സൺ വരുമ്പം ഹിമ്മും ഒരു കാര്യമാണ് വരുന്നതെങ്കിൽ അറ്റും. നെക്സ്റ്റ്, എഗ്രി വിത്ത് എ പേഴ്സണും എഗ്രി ടു സംതിങ്ങും. ഇനി വേറെ ഒരെണ്ണമുണ്ട്, എഗ്രി ഓൺ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഇത് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്, എഗ്രി ഓൺ ടേംസ് ആൻഡ് കണ്ടീഷൻ. അപ്പോൾ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എഗ്രീഡ് ഓൺ എന്നാണ് പറയുന്നത്. എന്താ കാര്യം? സീസ് ഫയർ, വെടിനിർത്തൽ എന്ന് വെച്ചാൽ രണ്ട് രാജ്യങ്ങളോ രണ്ട് വ്യക്തികളോ തമ്മിലുള്ള ഉടമ്പടി വരുമ്പോൾ എഗ്രി ഓൺ എന്നാണ് പറയുന്നത്. ടേംസ് ആൻഡ് കണ്ടീഷനുള്ള എഗ്രിമെൻറ്റ്, ഇപ്പം ഒരു കമ്പനിയും ഞാനും തമ്മിലുള്ള എഗ്രിമെൻറ്റ് എഗ്രി ഓൺ ആണ്. നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്ന എഗ്രിമെൻറ്റ് സൈൻ എഗ്രി ഓൺ ആണ്. മനസ്സിലായോ? എന്നാൽ ഒരു വ്യക്തിയോട് ചോദിച്ചാൽ എഗ്രി വിത്ത്, ഒരു കാര്യത്തോട് ചോദിച്ചാൽ എഗ്രി ടു. പഠിച്ചു വെക്കുക. ഹീ ഡാഷ് ദ കാർ നൗ. നൗ പഠിച്ചു വെക്കുക. ഇംഗ്ലീഷിലെ ഒരു ടെൻസ് പഠിപ്പിക്കാം. ടെൻസിൻ്റെ പേര് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് ING. ഇപ്പോൾ നടക്കുന്ന കാര്യം, ആൻ ആക്ഷൻ ദാറ്റ് ഈസ് ഗോയിങ് ഓൺ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് എന്നാണ് അതിൻ്റെ യൂസ്. ഈ വാക്കുകൾ ഓർത്ത് വെക്കണം. നൗ, അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ, അറ്റ് ദ മൊമെൻറ്റ്. നൗ, അറ്റ് പ്രസൻറ്റ്, അറ്റ് ദ മൊമെൻറ്റ്. ഈ വാക്കുകൾ ഒരു സെൻറ്റൻസിൻ്റെ അവസാനം തന്നിട്ടുണ്ടെങ്കിൽ ഈസ് ആം ആർ പ്ലസ് ING ഉപയോഗിക്കണം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഹീ ഈസ് ഡ്രൈവിംഗ് എ കാർ നൗ. ഒരു സെൻറ്റൻസിൻ്റെ അവസാനം നൗ, അറ്റ് പ്രസൻറ്റ്, അറ്റ് ദ മൊമെൻറ്റ് എന്നീ വാക്കുകൾ വന്നാൽ ഈസ് ആം ആർ ING ഉപയോഗിക്കണം. ടോപ്പിക്കിൻ്റെ പേര് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. പഠിച്ചു വെക്കുക. ആൻ ആക്ഷൻ ദാറ്റ് ഈസ് ഗോയിങ് ഓൺ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. അറ്റ് പ്രസൻറ്റ്, അറ്റ് ദ മൊമെൻറ്റ്, നൗ ഇവ സെൻറ്റൻസിൻ്റെ ഭാഗമായി വന്നാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കണം. മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ബുക്കിനെ കുറിച്ച് വീണ്ടും പറയുന്നു. ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ട ബുക്കാണ്. 10,000-ഓളം കോപ്പികൾ വിറ്റഴിഞ്ഞ പുസ്തകമാണ്. ഇനിയും നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കതൊരു നഷ്ടം തന്നെയാണ്. അതിനകത്തെ ടിപ്സുകൾ, അതിനകത്തെ ഗ്രാമർ ടോപ്പിക്കുകൾ, അതിനകത്തെ വൊക്കാബുലറി നിങ്ങൾ സെറ്റായിട്ട് പോയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ, ഡെയിലി 20ഓളം പുസ്തകങ്ങളാണ് ഉദ്യോഗാർത്ഥികൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. കടകളിലൊന്നും കിട്ടില്ല, പോസ്റ്റൽ അയച്ചു കൊടുക്കാറാണ് പതിവ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അത് മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ കുട്ടികൾക്കും ഭാവിയിൽ പ്രയോജനം ചെയ്യുന്നതാണ്. 9847928178 എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ബുക്ക് ഡീറ്റെയിൽസ് എന്ന് അയച്ചാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം. ഓക്കെ, ഹീ ഈസ് ആംഗ്രി ഡാഷ് മീ. നിങ്ങൾക്കൊരു വ്യക്തിയോട് ദേഷ്യം തോന്നിയാൽ ആംഗ്രി വിത്ത് എ പേഴ്സൺ. നിങ്ങൾക്കൊരു കാര്യത്തോട് ദേഷ്യം തോന്നിയാൽ ആംഗ്രി അറ്റ്. ആംഗ്രി ടു അല്ല, ആംഗ്രി അറ്റ്. എഗ്രി വന്നപ്പം ടു ആയിരുന്നു, ആംഗ്രി വന്നപ്പം അറ്റ് സംതിങ്, ഒരു കാര്യത്തോട്. ആംഗ്രി വിത്ത് എ പേഴ്സണോ ആംഗ്രി അറ്റ് സംതിങ്. ഇനി പറ, ഡു യു ഹീസ് ആംഗ്രി വിത്ത് മീ. കണ്ടോ, എന്നോട് വ്യക്തിയോട്. ഡു യു ആംഗ്രി വിത്ത് മീ. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഡു യു ആംഗ്രി അറ്റ് മൈ ബിഹേവിയർ. നിങ്ങൾക്ക് എൻ്റെ സ്വഭാവത്തോട് ദേഷ്യമുണ്ടോ? ഉണ്ട്. അറ്റ് മൈ ബിഹേവിയർ. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഞാനല്ല, എൻ്റെ സ്വഭാവം. അത് വേറൊരു സാധനമാണ്, തിങ്ങാണ്. ആംഗ്രി വിത്ത് എ പേഴ്സൺ, ആംഗ്രി അറ്റ്. ടു അല്ല, ആംഗ്രി അറ്റ്. നോട്ട് കിട്ടുമ്പോൾ ഒന്ന് തിരുത്തിക്കോണം. ഓക്കെ, നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. രാജു എൻജോയ്സ് ഡാഷ്. സൂപ്പർ ചോദ്യമാണ്. രാജു എൻജോയ്സ് ഡാഷ്. ഈ സെൻറ്റൻസിലെ വെർബ് എൻജോയ് ചെയ്യാം. എൻജോയ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഏത് ഫോമും, എൻജോയ്സ്, എൻജോയ്ഡ്. എൻജോയ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഏത് ടെൻസ് വന്നാലും അതിന് ശേഷം ജെറണ്ട് ഉപയോഗിക്കണം. ജെറണ്ട് എന്ന് അറിയാത്തൊരു ING ഉപയോഗിക്കുന്നത് പഠിച്ചാൽ മതി. രാജു എൻജോയ്സ് റീഡിങ്, ഐ എൻജോയ് റീഡിങ്, ഹി എൻജോയ്ഡ് റീഡിങ് എന്ന് വന്നാൽ ING. ഇനി അങ്ങനെയുള്ള വാക്കുകളൊന്ന് പരിചയപ്പെട്ടാലോ? എൻജോയ് മാത്രമല്ല, ഡിസ്ലൈക്ക്, അവോയ്ഡ്, പ്രാക്ടീസ്, സജസ്റ്റ്, ഫിനിഷ്, കൺസിഡർ, ഫേവർ, മിസ്. ഡിസ്ലൈക്ക് വീണ്ടും ആവർത്തിച്ചിരിക്കുക. എന്നീ വെർബുകൾക്ക് ശേഷം ING ഉപയോഗിക്കുക. ഇത്രയും കാര്യമുള്ളൂ. ഹി അവോയ്ഡ് ഡാഷ്. സ്മോക്കാണോ സ്മോക്കിംഗ് ആണോ? നിങ്ങൾ പറയണം. ഹി അവോയ്ഡ് സ്മോക്ക് ആണോ സ്മോക്കിംഗ് ആണോ? ആൻസർ സ്മോക്കിംഗ്. അവോയ്ഡ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ഹി അവോയ്ഡഡ് എന്ന് പറയത്തില്ലല്ലോ. ഒന്നുകിൽ അവോയ്ഡ്സ് അല്ലെങ്കിൽ അവോയ്ഡഡ്, പാസ്റ്റേ പറയത്തുള്ളൂ. ഹി അവോയ്ഡഡ് സ്മോക്കിംഗ്. മനസ്സിലായോ? ഈ വാക്കുകൾ പഠിച്ച് എൻജോയ്, ഡിസ്ലൈക്ക്, അവോയ്ഡ്, പ്രാക്ടീസ്, സജസ്റ്റ്, ഫിനിഷ്, കൺസിഡർ, ഫേവർ, മിസ്. ഈ വാക്കുകളുടെ ഏത് ഫോമിന് ശേഷം ING ഉപയോഗിക്കും. ടെൻസ് പ്രശ്നമല്ല, എന്ത് ശേഷം ING ഉപയോഗിക്കും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, കുറച്ച് സമയം കൂടുതൽ കാര്യങ്ങൾ. മനസ്സിലായല്ലോ? സമയം വെറും തുച്ഛമാണ്, പക്ഷേ ഗുണം
മെച്ചമാണ്. അത്രമാത്രം നല്ല സൂപ്പർ ക്ലാസ്സുകളാണ് ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പെട്ടെന്ന് തന്നെ ഈ ക്ലാസ് കൊണ്ട് അതിന് 1K ആവണം. ഓക്കെ, അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. കോഴ്സിലേക്ക് വരണം. ഏറ്റവും നല്ല ക്ലാസ്സാണ് CSEBയുടെ. ഏത് പരീക്ഷ ആയിക്കോട്ടെ. ചിപ്പി മിസ്സാണ് കോർ സബ്ജക്റ്റ് എടുക്കുന്നത്. ബാക്കി ഞാൻ ഇംഗ്ലീഷ്, വിശാഖ് സാർ മാത്സ്. പിന്നെന്തോ വേണം? നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാം. എല്ലാവരും കോഴ്സിലേക്ക് വരിക. തൽക്കാലത്തേക്ക് വിട വാങ്ങുന്നു. താങ്ക് യു. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത് RK തഴവ.